Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച, ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. CCS രക്തബന്ധുവിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും മെഡിക്കൽ പരിശോധനയും സംഘടിപ്പിച്ചു. CCS രക്തബന്ധു കൊച്ചി നഗരസഭ 6 ഡിവിഷനും IMA എറണാകുളം സംയുക്തമായി കപ്പലണ്ടി മുക്ക് ദാർസലാം ജംഗ്ഷൻ പകൽവീട്ടിൽ നടത്തിയ രക്തദാന ക്യാമ്പും മെഡിക്കൽ പരിശോധനാ ക്യാമ്പും കൊച്ചി നഗരസഭാ കൗൺസിലർ MH അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CCS പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. മാക്കേർ ഡയഗ്നോസ്റ്റിക്സ് സെന്ററുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ ഷുഗർ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ പരിശോധനയും ക്യാമ്പിൽ നടന്നു. നിരവധി പേർ പരിശോധനയിലും രക്തദാന ക്യാമ്പിലും പങ്കെടുത്തു. ചടങ്ങിൽ ഷംസു യാക്കൂബ് സേഖ്, ഡോക്ടർ PK സലീം, രാജീവ് പള്ളുരുത്തി, SU ശിവകുമാർ, സുബൈബത്ത് ബീഗം, അനീഷ് കൊച്ചി എന്നിവർ സംസാരിച്ചു. CCS രക്തബന്ധവും കൊച്ചി നഗരസഭ 6 ഡിവിഷനും IMA എറണാകുളവും സംയുക്തമായിട്ട് CCSന്റെ 129ാമത്തെ രക്തദാന ക്യാമ്പാണ് ഇന്നത്തെ കപ്പലണ്ടി മുക്ക് ദാർസലാം ജംഗ്ഷനിലൂടെ പകൽവീട്ടിൽ നടത്തുന്നത്. നിരവധി ആളുകൾ ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. CCS രക്തദാന മേഖലയിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പുകളെല്ലാം കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ 2 മാസം കൂടുന്തോറും നടത്തുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് ഓരോ ദിവസവും രക്തം ആവശ്യമുണ്ടെന്നുകൊണ്ട് വിവിധ ആശുപത്രികളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് അതിന്റെ റിക്വസ്റ്റുകൾ വന്നിട്ടുള്ളത്. ഇതിന്റെ കോർഡിനേറ്ററായ അനീഷ് കൊച്ചി ഓരോ ദിവസവും അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ CCS അതിൽ ഉപരി വനിതകൾക്ക് വേണ്ടി ഒരു രക്തദാന വിങ് തന്നെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആലോചന തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് സുബൈദ ബീഗം, ഷീജ സുധീറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ വനിതകളുടെ ഒരു കൂട്ടായ്മ ഇതിന്റെ വിങ്ങായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇതിന്റെ ആവശ്യങ്ങൾ നമ്മുടെ സഹോദരിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരെയും പങ്കാളിയാക്കിക്കൊണ്ടുള്ള പ്രയത്നത്തിനെ കുറിച്ച് MS അബ്ദുൾ റഫ്, ഷീജ സുധീർ, റസിയ ഹനീഫ്, PA ഫാത്തിമ, MS ഷിബില, TK തനൂജ എന്നിവർ നേതൃത്വം നൽകി. സംയുക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുമായിട്ട് 2 മാസം കൂടുമ്പോൾ നടത്താറുണ്ട്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും രോഗങ്ങളും കാരണം കൂടുതൽ ബ്ലഡ് ഇപ്പോൾ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.